ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ശബരിമല സ്വർണ്ണക്കൊള്ള പോറ്റിയെയും മുരാരി ബാബുവിനെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക നീക്കവുമായി പ്രത്യേക അന്വേഷണ സംഘം. അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും തിരുവനന്തപുരം ഈഞ്ചക്കല്ലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യും. എഡിജിപി എച്ച് വെങ്കിടേഷിന്റെ സാന്നിധ്യത്തിലാണ് ചോദ്യം ചെയ്യുക. മുരാരി ബാബുവിനെ ഇന്ന് തന്നെ റാന്നി കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങുവാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണം ഉണ്ണികൃഷ്ണൻ പോറ്റിയിലും സ്വർണ്ണപ്പാളിയിലും മാത്രം ഒതുക്കരുതെന്നായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഇടക്കാല റിപ്പോർട്ടിന് ശേഷമുള്ള ഹൈക്കോടതി നിർദ്ദേശം. തുടർന്നാണ് ഉദ്യോഗസ്ഥ ഗൂഢാലോചനയിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചതും മുരാരി ബാബുവിന്റെ അറസ്റ്റും. രാഷ്ട്രപതി പങ്കെടുത്ത ചടങ്ങിൽ നിന്നും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും വിട്ടുനിന്നത് ദളിത് സമൂഹത്തോടുള്ള അധിക്ഷേപം. വി മുരളീധരൻ. രാഷ്ട്രപതി ദ്രൌപതി മുർമു മുൻ രാഷ്ട്രപതി കെ ആർ നാരായണന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്ത ചടങ്ങിൽ നിന്നും വിട്ടുനിന്നതിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കോൺഗ്രസും മാപ്പു പറയണമെന്ന് ബിജെപി നേതാവ് വി മുരളീധരൻ. തിരുവനന്തപുരത്തുണ്ടായിട്ടും വി ഡി സതീശൻ ചടങ്ങിൽ പങ്കെടുക്കാത്തത് ദളിത് സമൂഹത്തോടുള്ള അധിക്ഷേപമാണ് എന്ന് വി മുരളീധരൻ വിമർശിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ചടങ്ങിനെത്താത്തത് അപലപനീയമാണ്. രാഷ്ട്രപതിയുടെ സന്ദർശനം മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും അനുമതിയോടെയാണല്ലോ. രാഷ്ട്രപതി കേരളത്തിലെത്തി കെ ആർ നാരായണന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തു എന്നത് കേരളത്തിന്റെ അഭിമാനകരമായ നിമിഷമാണെന്നും വി മുരളീധരൻ പറഞ്ഞു. രാഷ്ട്രപതിയുടെ കേരള സന്ദർശനം മുൻകൂട്ടി തീരുമാനിച്ചതാണെന്നിരിക്കെ വിദേശയാത്രയുടെ സമയം മാറ്റുവാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് സാധിക്കുമായിരുന്നുവെന്ന് വി മുരളീധരൻ പറഞ്ഞു. വിദേശയാത്ര അല്പം കൂടി നീട്ടിവച്ചിരുന്നു എങ്കിൽ ആകാശം ഇടിഞ്ഞു വീഴുമായിരുന്നോ എന്നും മുരളീധരൻ ചോദിച്ചു. പ്രതിപക്ഷ നേതാവിന് ചടങ്ങിലേക്ക് ക്ഷണമുണ്ടായിട്ടും വരാതിരുന്നത് ബോധപൂർവമാണ്. സോണിയാഗാന്ധി ദ്രൌപതി മുർമുവിനെ അവഹേളിച്ചത് രാജ്യം മറന്നിട്ടില്ല. ദളിത് സമുദായത്തിൽ നിന്നും രാഷ്ട്രപതിമാരായവരോടുള്ള അവഹേളനമായി മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും ഈ നിലപാടിനെ കാണാമെന്നും വി മുരളീധരൻ പറഞ്ഞു. എല്ലാവർക്കും AI മതി. വിക്കിപീഡിയയെ ആശ്രയിക്കുന്നത് കുറയുന്നു. സന്ദർശകരുടെയും എണ്ണം കുറഞ്ഞു. വിക്കിപീഡിയയിലെ സന്ദർശകരുടെ എണ്ണം കുറയുന്നതായി റിപ്പോർട്ട്. വിക്കിപീഡിയയ്ക്ക് പിന്നിലെ സംഘടനയായ വിക്കിപീഡിയ ഫൌണ്ടേഷനാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഹ്യൂമൻ ട്രാഫിക്കിൽ 8% ഇടിവാണ് AI ചാറ്റ് ബോട്ടുകളുടെ വരവോടെ ഉണ്ടായിരിക്കുന്നത്. ചാറ്റ് GPT, സെർച്ച് എഞ്ചിനുകൾ പോലുള്ള ജനറേറ്റീവ് AI ഉപകരണങ്ങൾ സന്ദർശകരെ വഴിതിരിച്ചുവിടുന്നതിനും അതിന്റെ സുസ്ഥിരതയ്ക്ക് ഭീഷണിയാകുന്നതിനും കാരണമായി എന്ന് സംഘടന കുറ്റപ്പെടുത്തി. മെയിൽ സന്ദർശകരുടെ എണ്ണം കുറഞ്ഞതിനെ തുടർന്ന് അൽഗോരിതത്തിൽ മാറ്റം വരുത്തിയെങ്കിലും AI ചാറ്റ് ബോട്ടുകൾക്കാണ് ഉയർന്ന ട്രാഫിക് ലഭിച്ചതെന്ന് വിക്കിമീഡിയ ഫൌണ്ടേഷൻ പറയുന്നു. AI ചാറ്റ് ബോട്ടുകളും സെർച്ച് എഞ്ചിനുകളും വിക്കിപീഡിയയിലെ ഉള്ളടക്കം നീക്കം ചെയ്യുകയും ഉപയോക്താക്കൾക്ക് നേരിട്ട് ഉത്തരങ്ങൾ നൽകുകയും ചെയ്യുന്നതാണ് ഈ ഇടിവിന് കാരണമെന്ന് വിക്കിമീഡിയയിലെ സീനിയർ പ്രൊഡക്ട് ഡയറക്ടർ മാർഷൽ മില്ലർ പറയുന്നു. AI സെർച്ച് എഞ്ചിൻ ഉപയോഗിച്ച് നേരിട്ട് ഉത്തരങ്ങൾ ലഭിക്കുന്നതാണ് വിക്കിപീഡിയയിലേക്കുള്ള ഹ്യൂമൻ ട്രാഫിക് കുറയുവാൻ കാരണമാകുന്നത്. വിക്കിപീഡിയയെ സംബന്ധിച്ച് അവരുടെ ഭാവിയെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന പ്രവണതയാണിത്. അതിനാൽ വിക്കിപീഡിയയുടെ ഉള്ളടക്കം ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമുകൾ വ്യക്തത നൽകണമെന്നും യഥാർത്ഥ ഉറവിട മെറ്റീരിയൽ സന്ദർശിക്കുവാൻ ഉപയോക്താക്കളെ പ്രോത്സാഹിപ്പിക്കണമെന്നും വിക്കിമീഡിയ ഫൌണ്ടേഷൻ ആവശ്യപ്പെട്ടു വരികയാണ്. എരുമപ്പെട്ടിയിലെ 4 വയസ്സുകാരന്റെ മരണം പേനയുടെ അടപ്പ് തൊണ്ടയിൽ കുടുങ്ങിയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തൃശൂർ എരുമപ്പെട്ടിയിൽ 4 വയസ്സുകാരന്റെ മരണം പേനയുടെ അടപ്പ് തൊണ്ടയിൽ കുരുങ്ങിയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആദൂർ സ്വദേശികളായ ഉമ്മർ മുഫീദ ദമ്പതികളുടെ മകൻ മുഹമ്മദ് ഷഹലാണ് മരിച്ചത്. ഇന്നലെ രാവിലെയാണ് കുട്ടിയുടെ മരണം സംഭവിച്ചത്. രാവിലെ ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് കുട്ടിയെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. കുപ്പിയുടെ അടപ്പ് പോലൊരു വസ്തു കുഞ്ഞിന്റെ തൊണ്ടയിൽ കുരുങ്ങിയതായി അവിടെ വെച്ച് ഡോക്ടേഴ്സ് സംശയം പ്രകടിപ്പിച്ചിരുന്നു. പിന്നീട് അസ്വസ്ഥതകൾ ഗുരുതരമാവുകയും കുട്ടി മരണപ്പെടുകയുമായിരുന്നു. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ 27 മുതൽ വിതരണം ചെയ്യും. ഒക്ടോബറിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ 27-ന് വിതരണം തുടങ്ങും. ഇതിനായി 812 കോടി അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. 62 ലക്ഷത്തോളം പേർക്കാണ് 1600 രൂപ വീതം ലഭിക്കുന്നത്.
26.62 ലക്ഷം പേരുടെ ബാങ്ക് അക്കൌണ്ടിൽ തുക എത്തും. മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും. 8.46 ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്ര വിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത്. ഇതിനാവശ്യമായ 24.21 കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട്. ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ PFMS സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ഈ സർക്കാർ ഇതുവരെ 43,653 കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി ചിലവിട്ടത്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. എന്റെ മൂക്കിലും തലയിലും ഒരേ പോലീസുകാരൻ തന്നെയാണ് അടിച്ചത്. പേരാമ്പ്ര സംഘർഷ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ഷാഫി പറമ്പിൽ MP. പേരാമ്പ്രയിൽ നടന്ന ആക്രമണം ശബരിമല വിഷയത്തിൽ നിന്നും വഴിതിരിച്ചുവിടുവാനായി നടത്തിയത് ആണെന്ന് ഷാഫി പറമ്പിൽ MP. പോലീസിന്റെ ആസൂത്രിത ശ്രമമായിരുന്നു ആക്രമണം. പോലീസിൽ നിന്നും അകന്നു നിൽക്കുവാനാണ് പ്രവർത്തകരോട് പറഞ്ഞത്. എന്നാൽ ഞാൻ അവിടെ എത്തിയപ്പോഴാണ് പ്രശ്നമുണ്ടായതെന്ന് പ്രചരിപ്പിക്കുവാനാണ് മറ്റുള്ളവർ ശ്രമിച്ചത്. AI ടൂൾ ഉപയോഗിച്ച് പ്രതിയെ കണ്ടെത്തും എന്നായിരുന്നു പറഞ്ഞത്. പിന്നീട് എന്തുപറ്റി? സർക്കാരിന്റെ AI ടൂൾ അടിച്ചുപോയോ? തന്നെ ആക്രമിച്ച പോലീസുകാരനെ കണ്ടെത്തുവാനായി AIയുടെ സഹായമൊന്നും ആവശ്യമില്ല. 4 വീഡിയോ പരിശോധിച്ചാൽ മതി. ഇതുവരെ സംഭവത്തിൽ നടപടിയെടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? FIR പാർട്ടി സ്റ്റേറ്റ്മെന്റ് പോലെയാണ് എഴുതിയത്, MP ആരോപിച്ചു. ലാത്തിചാർജ് നടത്തിയിട്ടില്ല എന്നായിരുന്നു റൂറൽ SP പറഞ്ഞിരുന്നത്. ബോധപൂർവം കള്ളപ്രചാരണം നടത്തി. പിന്നീട് SP തന്നെ ഒരു യോഗത്തിൽ മാറ്റി പറഞ്ഞു. ഇതുവരെ മൊഴിയെടുക്കുവാൻ പോലും ഒരു പോലീസുകാരനും വന്നിട്ടില്ല. ഒരിക്കൽ മാത്രം തന്നെ ICUവിൽ നിന്നും റൂമിലേക്ക് മാറ്റിയ ശേഷം പോലീസ് ആശുപത്രിയിൽ വന്നു. പിന്നെ എന്നെ ബന്ധപ്പെട്ടിട്ടില്ല. തന്റെ മൂക്കിലും തലയിലും ഒരേ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് അടിച്ചത്, ഷാഫി പറമ്പിൽ പറഞ്ഞു. SP പറഞ്ഞതുപോലെ പുറകിൽ നിന്നല്ല ആ പോലീസുകാരൻ ആക്രമിച്ചത്, മുൻപിൽ നിന്ന് തന്നെയാണ്. പോലീസിന്റെ കയ്യിൽ ഇരുന്നാണ് ടിയർ ഗ്യാസ് പൊട്ടിയത്. അങ്ങനെയാണ് മറ്റു പോലീസുകാർക്ക് പരിക്കേറ്റത്. വടകര DYSP കയ്യിൽ ഗ്രാനേഡും പിടിച്ചാണ് ലാത്തി കൊണ്ട് പ്രവർത്തകരെ മർദ്ദിക്കുവാൻ ശ്രമിച്ചത്. ഗ്രാനേഡ് എറിയുവാൻ പോലീസുകാർക്ക് അറിയാത്തതുകൊണ്ടാണ് SP പിന്നീട് പരിശീലനം നൽകിയത്. എന്നാൽ ഗ്രാനേഡ് എറിയുവാൻ പ്രോട്ടോകോൾ ഉണ്ട്. പക്ഷെ അതൊന്നും പേരാമ്പ്രയിൽ പാലിച്ചിട്ടില്ല. DYSP ഹരിപ്രസാദ് കരുതിക്കൂട്ടി പ്ലാൻ ചെയ്ത ആക്രമണമാണിത്. DYSP ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ ആദ്യം ചോദിച്ചത് MP ആശുപത്രിയിലായോ എന്നായിരുന്നുവെന്നും ഷാഫി പറമ്പിൽ MP കൂട്ടിച്ചേർത്തു. NM വിജയന്റെ ആത്മഹത്യ IC ബാലകൃഷ്ണൻ MLA 1ാം പ്രതി കുറ്റപത്രം സമർപ്പിച്ചു. വയനാട് DCC ട്രഷറർ NM വിജയനും മകനും ജീവനൊടുക്കിയ സംഭവത്തിൽ ആത്മഹത്യാ പ്രേരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു. IC ബാലകൃഷ്ണൻ MLA 1ഉം വയനാട് DCC മുൻ പ്രസിഡന്റ് ND അപ്പച്ചൻ 2ഉം കോൺഗ്രസ് നേതാവ് KK ഗോപിനാഥൻ 3ഉം പ്രതികളാണ്. ബത്തേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിലാണ് പ്രത്യേക അന്വേഷണ സംഘം തലവൻ ബത്തേരി DYSP KK അബ്ദുൾ ഷെരീഫ് കുറ്റപത്രം സമർപ്പിച്ചത്. 100ഓളം സാക്ഷിമൊഴികളുണ്ട്. ബാങ്ക് ഇടപാട് രേഖകൾ, വിജയനുമായി നേതാക്കൾ നടത്തിയ ഫോൺ വിളികളുടെ വിശദാംശങ്ങൾ, ഓഡിയോ ക്ലിപ്പിംഗുകൾ, മറ്റ് ഡിജിറ്റൽ തെളിവുകൾ, വിജയന്റെ ഡയറിയിലെ വിശദാംശങ്ങൾ എന്നിവയെല്ലാം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. 1.5 കോടിയോളം രൂപയുടെ ബാധ്യത വിജയന് ഉണ്ടായിരുന്നതായാണ് അന്വേഷക സംഘത്തിന്റെ കണ്ടെത്തൽ. കേസിൽ അറസ്റ്റിലായ 3 പ്രതികളും ജാമ്യത്തിലാണ്. NM വിജയന്റെയും മകന്റെയും മരണത്തിൽ IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കുടുംബം ഗുരുതര ആരോപണങ്ങളായിരുന്നു ഉന്നയിച്ചിരുന്നത്. വിജയന്റെ സാമ്പത്തിക ബാധ്യതയ്ക്ക് പാർട്ടി തന്നെയാണ് ഉത്തരവാദിയെന്ന് മകൻ വിജേഷ് ആരോപിച്ചിരുന്നു. കുടിശ്ശിക തീർക്കുവാൻ കോൺഗ്രസിന് നിയമപരമായ ഉത്തരവാദിത്തം ഇല്ലെങ്കിലും ധാർമ്മിക ഉത്തരവാദിത്തത്തിന്റെ പേരിൽ ബാധ്യത ഏറ്റെടുക്കും എന്നായിരുന്നു പാർട്ടി നേതൃത്വം വിശദീകരിച്ചിരുന്നത്. തന്റെ പിതാവ് പാർട്ടിക്ക് വേണ്ടിയുണ്ടാക്കിയ ബാധ്യത തങ്ങളുടെ തലയിലിടുവാൻ നോക്കുന്നതായി വിജയന്റെ മരുമകൾ പത്മജ ആരോപിച്ചിരുന്നു. 2007 കാലഘട്ടത്തിൽ NM വിജയൻ എടുത്ത ലോൺ ബിസിനസ് ആവശ്യങ്ങൾക്കല്ല ഉപയോഗിച്ചത് എന്നാണ് കുടുംബം പറയുന്നത്. പാർട്ടിക്കായി വരുത്തിവെച്ച കടം തങ്ങളുടെ ബാധ്യതയാകുന്നുവെന്നാരോപിച്ച് പത്മജ കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതും ഏറെ ചർച്ചയായിരുന്നു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.